നമസ്കാരം. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ മോഹൻലാലിനെ ഞാൻ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുന്നു. മലയാള സിനിമയ്ക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഫാൽക്കെ അവാർഡാണ്. ആദ്യം ഇത് കരസ്ഥമാക്കിയത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. മലയാള സിനിമാ നടന്മാരിൽ ഈ അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കുന്നത് ശ്രീ മോഹൻലാലാണ്. അദ്ദേഹം എന്തുകൊണ്ടും അതിനർഹനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സെപ്റ്റംബർ മാസം 20 2025 നമ്മൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതായിട്ട് അറിയുന്നത്. പക്ഷേ യാദൃശ്ചികമെന്നോണം ഇതേ ദിവസം തന്നെ മോഹൻലാലിന് ഒരു നേട്ടവും ഒരു വലിയ കോട്ടവും ഉണ്ടായിട്ടുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അതിനു മുകളിൽ സിനിമാക്കാർക്കൊരു അവാർഡില്ല. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരല്പം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചു എന്നുള്ളത് യാദൃശ്ചികമാകാം. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നേട്ടം അദ്ദേഹത്തിന് വളരെ വലിയ ആഹ്ലാദം നൽകിയേനെമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മോഹൻലാലിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് ഒരു പ്രത്യേക തിളക്കം കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ നെടുംതൂണുകളായിട്ട് സൂപ്പർ താരങ്ങളായിട്ട് മഹാനടന്മാരായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഈ രണ്ടുപേരിൽ ആരാണ് മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നവരുടെ ഒരു രീതി അനുസരിച്ച് ഇയാളാണ് അയാളാണെന്ന് പറയാമെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ അതിനെ ഒന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ പറയാൻ പ്രയാസമാണ്. കാര്യം രണ്ടുപേരും രണ്ട് തരത്തിലുള്ള നടന്മാരാണ്. ഒരേ രീതിയിലുള്ള അഭിനയമല്ല അവരുടേത്. അതിലൊക്കെ ഉപരി മോഹൻലാൽ ജന്മം കൊണ്ട് തന്നെ ഒരു നടനാണ്. അഭിനയം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. അദ്ദേഹം അഭിനയിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും തോന്നില്ല. അത്രയ്ക്കും സ്വാഭാവികമായിട്ട് ഒരു കഥാപാത്രത്തിലേക്ക് കടന്നു കയറാൻ അദ്ദേഹത്തിന് വളരെ വലിയ സിദ്ധി ജന്മനാ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറുഭാഗത്ത് ശ്രീ മമ്മൂട്ടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജന്മം കൊണ്ടൊരു നടനല്ല. സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ശ്രമിച്ചു, നടനായ ശേഷമാണ് ഞാൻ അഭിനയിച്ച് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെയാണ് ഒരു നടനായിട്ട് മാറിയത്. ഇദ്ദേഹം ജന്മസിദ്ധമായ കഴിവിനെ കാത്ത് പരിരക്ഷിച്ച് അതിനെ ശരിയായിട്ട് ഉപയോഗിച്ചു. ഈ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഒരാൾ, നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ട് കഴിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വാഞ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നതാണ് മമ്മൂട്ടി പറയുന്നത്. മോഹൻലാൽ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അദ്ദേഹം അതിനെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഇങ്ങനെ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള നടന്മാരാണെങ്കിലും ശരി, അവർ രണ്ടുപേരും തുല്യ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ മലയാള സിനിമയിൽ അന്ന് മുതൽ ഇന്ന് വരെ നിറഞ്ഞു നിൽക്കുന്നത്. അവർ ഒന്നാം സ്ഥാനം പങ്കിടുന്നവരാണ്. ഒരാൾ മറ്റേയാളേക്കാൾ മുമ്പിലോ താഴെയോ അല്ല. അപ്പോൾ ശ്രീ മോഹൻലാലിന് ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇതേ അവാർഡ് കിട്ടാൻ ശ്രീ മമ്മൂട്ടിക്കും പൂർണ്ണമായിട്ട് യോഗ്യതയുണ്ട്. രണ്ടുപേരും തുല്യരാണ്. കാരണം നിരവധി അവാർഡുകൾ, നാഷണൽ അവാർഡ് ഉൾപ്പെടെ, സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ, ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ രണ്ടുപേരും വാരിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ ആയിട്ട് മാറാനുള്ള ആ കഴിവും അതിൽ അവർ കാണിക്കുന്ന വൈവിധ്യവും അതിലവരുടെ വൈദഗ്ധ്യവും ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ രണ്ടുപേർക്കും ഈ അവാർഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷേ എന്തിനും ഏതിനും ഒരു സമയമുണ്ട്, ഒരു ഭാഗ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ മോഹൻലാലിൻ്റെ സമയമാണിപ്പോൾ അദ്ദേഹത്തിനെ ഭാഗ്യം തുണച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും പറയുമ്പോൾ അവരിൽ ആരാണ് മറ്റേയാളേക്കാൾ മികച്ചതെന്ന് പറയാൻ കേരളത്തിലെന്നല്ല ലോകത്തൊരാൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് നടന്മാർ തുല്യമായിട്ട് നിൽക്കുമ്പോൾ ആ നടന്മാർക്ക് രണ്ടുപേർക്കും അത് കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ ശ്രീ മോഹൻലാലിന് അത് കിട്ടിയത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നേട്ടത്തിന് വലിയ തിളക്കമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ നേട്ടത്തിൻ്റെ തിളക്കം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരല്പമെങ്കിലും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള നടൻ ശ്രീ മോഹൻലാലാണ്. അദ്ദേഹമാണ് ആദ്യത്തെ 100 കോടി ക്ലബ്ബ് ചിത്രം നമുക്ക് സമ്മാനിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു സിനിമ 100 കോടിയും കടന്ന് 200 കോടിയും കടന്ന് മുകളിലേക്ക് പോയപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഒരു സ്ഥാനം പിടിച്ച വ്യക്തിയാണ്. എമ്പുരാൻ എന്ന സിനിമയായിരുന്നു 2025 മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 2025 എന്ന് പറയുമ്പോൾ മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് മാറിയത് 2025 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്.
265 266 കോടിയോ ആണ് ആ സിനിമ നേടിയത്. എന്നാൽ സെപ്റ്റംബർ മാസം 20 2025 മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ അതേ ദിവസം തന്നെ മോഹൻലാലിൻ്റെ ആ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടിയ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു. മോഹൻലാലിനെ അവിടെ നിന്നും താഴേക്ക് ഇറക്കിയിട്ട് ആ കസേരയിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് വേറെ ആരുമല്ല, കല്യാണിയാണ്. കല്യാണി പ്രിയദർശൻ. നിങ്ങൾക്കറിയാം, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമ അവിശ്വസനീയമായ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 270 കോടി ഗ്രോസ് കളക്ഷൻ നേടി അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീഴ്ത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് രാജാവായിട്ടുള്ള മോഹൻലാലിനെയാണ്. ആ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ദിവസം തന്നെ ഇത് സംഭവിച്ചത് തീർത്തും ഒരുപക്ഷെ യാദൃശ്ചികമാകാം. എങ്കിലും കല്യാണിയുടെ ഈ വിജയത്തിനും മോഹൻലാലിൻ്റെ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് തിളക്കം പോലെ തന്നെ വലിയ തിളക്കമുണ്ട്. അതിൻ്റെ കാരണം, ഒന്ന്, കല്യാണി നമുക്കറിയാം, നമ്മളൊക്കെ അറിയുന്ന ഒരു നടിയാണെന്നല്ലാതെ മലയാളത്തിലെ വലിയൊരു നടിയൊന്നുമല്ല. മലയാള സിനിമയിൽ ഒരുപാട് വലിയ നടിമാർ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല. അവരുടെ ഒന്നും ഗണത്തിൽ നമ്മൾ കല്യാണിയെ പെടുത്തത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്കൊന്നും കല്യാണി ഒരിക്കലും വളർന്നിട്ടില്ല. ആകെ 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, 4-5 എനിക്ക് അറിഞ്ഞുകൂടാ. എന്നല്ലാതെ ഒരു വലിയ നടിയെന്ന് പറയത്തക്ക യാതൊരു വിധമായിട്ടുള്ള സ്ഥാനവും കല്യാണി നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കല്യാണി അഭിനയിച്ച സിനിമ, അതിലൊരു സൂപ്പർ സ്റ്റാർ പോലുമില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയിൽ ഒരു സൂപ്പർ താരം അഭിനയിച്ചിട്ടില്ല. മമ്മൂട്ടിയും ഇല്ല, മോഹൻലാലില്ല. അതും കഴിഞ്ഞിട്ട് 2ാം നിരയിലുള്ള ഒരു നടന്മാരുമില്ല. പൃഥ്വിരാജില്ല, കുഞ്ചാക്കോ ബോബനില്ല, ടോവിനോ തോമസ് ഇല്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ ഒരു പേരെടുത്ത നടൻ പോലും ഇല്ലാതെ, പേരെടുത്ത ഒരു നടി പോലും ഇല്ലാതെ, ഒരു സാധാരണ പെൺകുട്ടി, ഒരു സാധാരണ നടി, അത്ര പേരെടുക്കാത്ത ഒരു വെറും സാധാരണ നടി, ആ നടി അഭിനയിച്ച ചിത്രം ഇത്ര വലിയ വിജയം നേടി മോഹൻലാലിൻ്റെ തന്നെ ചിത്രത്തെ മറികടന്നു. അതും കല്യാണി അഭിനയിച്ച ഈ സിനിമയ്ക്ക് 30 കോടി രൂപയുടെ ബജറ്റേ ഉള്ളൂ. എമ്പുരാന് 180 കോടിയുടെ ബജറ്റാണ്. അപ്പോൾ വളരെ ലോ ബജറ്റിൽ ഉണ്ടാക്കി, വളരെ ഹൈ ബജറ്റിൽ ഉണ്ടാക്കിയ ഒരു ചിത്രത്തെ മറികടന്ന് 1ാം സ്ഥാനത്ത് കയറി കല്യാണി ഇരിക്കുമ്പോൾ അത് വളരെ വലിയൊരു ചരിത്ര വിജയമാണ്. അതുകൂടാതെ ഈ വിജയത്തിൻ്റെ തിളക്കം കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ സിനിമ റിലീസായ സമയത്ത് ഒപ്പം റിലീസായ ചിത്രമാണ് മോഹൻലാലിൻ്റെ തന്നെ ഹൃദയപൂർവ്വം. മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഒരു പടം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മറ്റ് സിനിമക്കാരൊന്നും ഇറക്കാറില്ല. കാര്യം അത് പണി പാളുന്ന കേസ് കെട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ തന്നെ സിനിമ ഓണത്തിന് റിലീസാകുമ്പോൾ അതിൻ്റെ ഒപ്പം കല്യാണിയുടെ ഈ ചിത്രം റിലീസാവുകയാണ്. അതുകൂടാതെ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വലിയ താരമായിട്ട് മാറിയിരിക്കുന്ന 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ഫഹദ് ഫാസിലിൻ്റെ സിനിമയും അതിൻ്റെ കൂടെ റിലീസായി. അതുകൂടാതെ രജനീകാന്തിൻ്റെ തന്നെ കൂലി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് കല്യാണിയുടെ ഈ ചിത്രം വരുന്നത്. പക്ഷേ ആ ചിത്രം ചരിത്രം തിരുത്തി കുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. അപ്പോൾ കല്യാണി നേടിയിരിക്കുന്ന ഈ വിജയം, ഞാൻ കല്യാണി നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് കല്യാണി ഒറ്റയ്ക്ക് നേടിയ വിജയമല്ല. കല്യാണിക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ കല്യാണി നേടിയിരിക്കുന്ന ഈ വലിയ വിജയം മലയാളത്തിലെ ബോക്സ് ഓഫീസ് ചക്രവർത്തി എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന മോഹൻലാലിൻ്റെ സിനിമയെ താഴെയാക്കിക്കൊണ്ട് കല്യാണി മുകളിലേക്ക് കയറിപ്പോയി 1ാം സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നം നേരിടുന്നത് കല്യാണി തന്നെയാണ്. കല്യാണി ഈ വലിയ വിജയം കാണുമ്പോൾ എങ്ങനെയാണ് കല്യാണിയുടെ മനസ്സ് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം എന്ന് പറയുന്നത് ഒരു കിരീടമാണ്. ഒരു വലിയ വിജയം നേടിക്കഴിഞ്ഞാൽ ആ വിജയത്തിൽ നിന്നും മുകളിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വലിയ ദുഃഖമുണ്ടാകും. നേരെ മറിച്ച് വിജയവും പരാജയവും സംഭവിക്കേണ്ടപ്പോൾ സംഭവിക്കുന്നതാണ്. വിജയമെന്നോ പരാജയമെന്നോ ഒന്നുമില്ല, എല്ലാം സംഭവിക്കേണ്ടതുപോലെ തന്നെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ കല്യാണിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ അഭിനയിച്ച ചിത്രം മോഹൻലാലിൻ്റെ പോലും ചിത്രത്തിൻ്റെ മുകളിൽ പോയി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു, ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ മുകളിലാണ് എന്ന് പുള്ളിക്കാരി ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ പുള്ളിക്കാരിക്ക് ഒരു റോൾ അക്സെപ്റ്റ് ചെയ്യാൻ പാട് തോന്നും. കാരണം ഇത് മറ്റേതിൻ്റെ മുകളിൽ പോകുമോ എന്ന് ചിന്തിക്കും. എനിക്ക് കല്യാണിയോട് ഈ അവസരത്തിൽ പറയാനുള്ള ഉപദേശം, ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിമിത്തമാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു ഹൈപ്പോടുകൂടി വന്ന സിനിമയൊന്നുമല്ല. വന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് വിജയിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരും അവരുടെ 100% ഈ ചിത്രത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനിങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കഥാകൃത്തും സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അവരുടെ ബെസ്റ്റ് ഇഫേർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഈ ചിത്രത്തിന് വേണ്ടി കൊടുത്തതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ഒരു വലിയ വിജയമായിട്ട് മാറിയതാണ്. ഇങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നടീനടന്മാർ ഭംഗിയായിട്ട് അഭിനയിച്ചേക്കാം. സ്ക്രിപ്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഉദ്ദേശിക്കുന്ന വിജയം കിട്ടില്ല. ഇപ്പോൾ തന്നെ കൂലി എന്ന് പറയുന്ന സിനിമ വളരെ വലിയ വിജയപ്രതീക്ഷയോടെ വന്നാണ്. സിനിമ വിജയിച്ചു, പൈസയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയെങ്കിൽ പോലും അതിൻ്റെ സ്ക്രിപ്റ്റ് മോശമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പം ഒരു സിനിമയിൽ നടീനടന്മാർ എത്ര കണ്ട് പെർഫോം ചെയ്യുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി ആ സിനിമയുടെ കഥയും തിരക്കഥയും അതിൻ്റെ ആവിഷ്കാരവും എല്ലാം കൂടി ഒരേപോലെ പെർഫെക്റ്റ് ആകുമ്പോഴാണ് അതിന് വലിയ വിജയം നേടാൻ സാധിക്കുന്നത്. ലോകയിൽ അത് സംഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കല്യാണിക്ക് മാറാൻ പറ്റി. കല്യാണി ചെയ്ത ആ റോൾ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കല്യാണിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം അങ്ങനെ അവർ പറയണമെങ്കിൽ അത്ര കണ്ട് പെർഫെക്ഷൻ കല്യാണിയുടെ ഭാഗത്തു നിന്നും അതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ കല്യാണി മാത്രമല്ല, ബാക്കി എല്ലാവരും അതേപോലെ തന്നെ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ്. കാര്യം കല്യാണി ചെയ്യുന്ന ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അവർക്കും അത് വിശ്വാസമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും കല്യാണിയുടെ എഫേർട്ടും മറ്റുള്ളവരുടെ എല്ലാം പരിശ്രമവും ചേർന്നാണ് ഈ സിനിമ ഒരു വൻ വിജയമായിട്ട് മാറിയത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു വിജയം കിട്ടുമ്പോൾ ഇനിയും ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഇതേപോലെ വിജയിക്കണമെന്ന് കല്യാണി ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കല്യാണിയുടെ അച്ഛൻ പുള്ളിക്കാരോട് പറഞ്ഞു കൊടുത്ത, മോളെ എൻ്റെ ഈ സിനിമ വിജയിച്ച സംഭവമൊക്കെ ശരിയാണ്, ഇതിൻ്റെ തലയിലോട്ട് കയറരുത്, ഈ വിജയത്തിൻ്റെ ഉന്മാദമൊന്നും നിനക്കുണ്ടാകരുത്, അതേപോലെ നാളെ നിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോർത്ത് നീ വിഷമിക്കുകയും ചെയ്യരുത്, ജയപരാജയങ്ങൾ നിന്നെ ബാധിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കും കല്യാണിയോട് പറയാൻ അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള കല്യാണിയുടെ സിനിമകളും വലിയ വിജയങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ശ്രീ മോഹൻലാലിൻ്റെ ആ സ്ഥാനം, അതായത് മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് രാജാവ് എന്ന് പറയുന്ന സ്ഥാനം കല്യാണി മറികടക്കുമ്പോൾ എൻ്റെ തോന്നലാണ്, ഇങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല, എൻ്റെ ഒരു തോന്നലാണ്, ശ്രീ മോഹൻലാലിന് ഒരു പക്ഷേ അത് ഒരു ചെറിയ വിഷമം ഉണ്ടാക്കാനിടയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ അവാർഡ് തക്ക സമയത്താണ് കിട്ടിയത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഇത് അങ്ങനെ ചിന്തിക്കാനിടയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കാരണം ഇപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ സിനിമയെ മറികടന്നത് മമ്മൂട്ടിയുടെ ഒരു ചിത്രമായിരുന്നുവെങ്കിൽ മോഹൻലാൽ അതൊരു വൈകാരിക വിഷയമായിട്ട് കാണാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കട്ടയ്ക്ക് നടനാണ് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് അതിനെ മറികടക്കാനെങ്കിൽ അദ്ദേഹത്തിന് അത് മമ്മൂട്ടിയല്ലേ സംഭവിക്കാം. പക്ഷെ ഇവിടെ കല്യാണിയുടെ സിനിമയാണ്. കല്യാണി എന്ന് പറയാൻ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ നടിയാണ്, ഒരു ചെറിയ പെൺകുട്ടി, പേരൊന്നും എടുക്കാത്ത ഒരു സാധാരണ നടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. തന്നെയുമല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് പ്രിയദർശൻ്റെ മകളാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത്, കൊച്ചുകുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവാം, തലോലിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കൊച്ചു കുഞ്ഞ് വളർന്നിട്ട് തൻ്റെ തന്നെ ഒരു എതിരാളിയായിട്ട് മാറിയല്ലേ, തൻ്റെ തന്നെ റെക്കോർഡ് തകർത്തു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാകും. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ശകലം വിഷമമെങ്കിലും മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്, വിജയങ്ങൾക്കൊന്നും വലിയ ആയുസ്സൊന്നുമില്ല. വിജയങ്ങളുടെ പിന്നാലെ പോകരുത്, വിജയങ്ങളിൽ നമ്മൾ അഹങ്കരിക്കരുത്. ഇന്നത്തെ വിജയം നാളത്തെ പരാജയമായിട്ട് മാറും. ഏത് വിജയവും താൽക്കാലികമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനുള്ളതാണെന്ന് കരുതി നമുക്ക് ഈ രണ്ടുപേരെയും അഭിനന്ദിക്കാം, കല്യാണിയെയും ശ്രീ മോഹൻലാലിനെയും. രണ്ടുപേരും അവരുടേതായിട്ടുള്ള എഫേർട്ട് കൊണ്ട്, അവരുടെ അധ്വാനം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നേടിയെടുക്കുന്ന വിജയമാണ്. അപ്പോൾ ഇത്തരത്തിൽ അധ്വാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ രണ്ടുപേരിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, നമുക്കറിയാവുന്ന ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. അതിൻ്റെ വഴിയിലൂടെയാണ് വിജയങ്ങൾ നമ്മളെ തേടി വരുന്നത്. നമ്മൾ വിജയങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്, നമ്മൾ നമ്മുടെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ പിന്നാലെ വിജയങ്ങളും നേട്ടങ്ങളും വരും. താങ്ക് യു.